ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ബഹുമാനമുള്ളവരെ, നാം ശ്രദ്ധിച്ചിരിക്കേണ്ട, നാം സൂക്ഷിച്ചിരിക്കേണ്ട ചില മുന്നറിയിപ്പുകളാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കുവാനുള്ളത്. നമ്മുടെ ഭാരതത്തിലെ, നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ സയൻസുകൾ നമ്മളെ ബോധവൽക്കരിക്കുന്നുണ്ട്. സാമൂഹിക അകലം നമ്മൾ പാലിച്ചിരിക്കണം. സാനിറ്റൈസിംഗ് നിർബന്ധമാണ്. നിശ്ചയമായിട്ടും അത് നമ്മൾ പാലിച്ചിരിക്കണം. കാരണം നമുക്കറിയാം, നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ കോവിഡ് വൈറസ് അതിശക്തമായിട്ട് പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാം വീടുകളിലാണെങ്കിലും കവലകളിലാണെങ്കിലും വാഹനങ്ങളിലാണെങ്കിലും അത് ഏതു സ്ഥലങ്ങളിലാണെങ്കിലും ജോലി സ്ഥലങ്ങളിലാണെങ്കിലും നാം ആയിരിക്കുന്ന ഇടത്തെല്ലാം നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഗവൺമെന്റും ആരോഗ്യ വകുപ്പും അതുപോലെ ഞങ്ങളെപ്പോലുള്ള സന്നദ്ധ സംഘടനകളുമൊക്കെ ബോധവൽക്കരണ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നത് നമ്മുടെ ഭാവിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മുടെ ധാർമ്മികത നമ്മൾ മനസ്സിലാക്കണം. ഭാവിയിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി, സാമൂഹികമായ നന്മയ്ക്ക് വേണ്ടി അത് പ്രവർത്തിക്കേണ്ടത്, പരിശ്രമിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്, കടമയാണ് എന്നുള്ള കാര്യങ്ങൾ നാം മറന്നു പോകുവാൻ ഇടയായി തീരരുത്. നമ്മൾ മുഖാന്തരം നമ്മുടെ ചുറ്റുപാടുമുള്ള മറ്റൊരു വ്യക്തികളിലേക്ക് ഈ രോഗം പകരുവാനോ അല്ലെങ്കിൽ നമ്മൾ മുഖാന്തരം മറ്റൊരു വ്യക്തിക്ക് ദോഷം സംഭവിക്കുവാനോ ഇടവരുത്താതെ നാം നമ്മെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, നാം നമ്മെ തന്നെ അത് കരുതേണ്ടത് അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് കൈതപ്പൊയിൽ എന്നെ കേൾക്കുന്ന ബഹുമാനിതരായ, വിദ്യാസമ്പന്നരായ, ആദരണീയരായ എല്ലാവരോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ആരോഗ്യ വകുപ്പിന്റെയും നമ്മുടെ ഗവൺമെന്റിന്റെയും നിർദ്ദേശങ്ങൾ നമ്മൾ കർശനമായി പാലിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഞാൻ ഈ പകൽക്കാലം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ COVID-19 എന്ന വൈറസ് പടർന്നു പിടിച്ച് ഇന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ നമ്മുടെ കേരളത്തിലും നമ്മുടെ ഭാരതത്തിലും മരണം വഴിയായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു ഭാഗത്ത് COVID-19 എന്ന മഹാമാരി നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, COVID-19 മാത്രമല്ല, ഇന്ന് സമൂഹത്തിൽ മനുഷ്യൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ അനവധിയായ അതിസങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ഭാഗത്ത് COVID-19 എന്ന മഹാമാരി ഇപ്പോൾ ഒരു വലിയ സംഭവമായിരിക്കുമ്പോൾ, നമുക്കറിയാം മറുഭാഗത്ത് ഇന്ന് കൊലയും വേറൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മക്കളെ കൊല്ലുന്ന അപ്പനും അമ്മയും, അപ്പനെ കൊല്ലുന്ന മക്കളും, ഭാര്യയെ കൊല്ലുന്ന ഭർത്താവും, ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യയും, അങ്ങനെ സമൂഹത്തിൽ ധാർമ്മികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്കറിയാം, ഒരു ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ശാസ്ത്രലോകം അതിവേഗം അതിന്റെ വളർച്ചയുടെ ചവിട്ടുപടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടുപിടുത്തങ്ങളിൽ, ടെക്നോളജികളിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മനുഷ്യന്റെ ഹാർട്ട് മാറ്റിവെക്കുവാനുള്ള ശസ്ത്രക്രിയ മനുഷ്യൻ കണ്ടുപിടിച്ചു. മനുഷ്യന് പകരം റോബോട്ടുകൾ സംസാരിക്കുവാനും പ്രവർത്തിക്കുന്നതായ കാലഘട്ടം. അപ്പോൾ വികസനങ്ങളും വളർച്ചകളും ടെക്നോളജികൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, മറുഭാഗത്ത് മനുഷ്യന്റെ ധാർമ്മികമായ മൂല്യത്തിന് ചുതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൽ മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുന്നു. കണ്ടുപിടുത്തവും സയൻസും ശാസ്ത്രവും വളർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ വളർച്ചകൾ കൈവരിക്കുന്ന നമ്മുടെ കേരളത്തിൽ, വിദ്യാഭ്യാസത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ ധാർമ്മികമായി മനുഷ്യൻ അധപതിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ പേപ്പറുകളിലും ഞാൻ നിങ്ങളും വായിക്കുന്നതാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിദേശികൾ പോലും അഭിപ്രായപ്പെട്ടതായ നമ്മുടെ ഈ കൊച്ചു കേരളം ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന അഭയനാമം കൈവരിക്കപ്പെട്ട അഭിമാനമുള്ള കേരളീയരായ നമുക്ക് നമ്മുടെ കേരളത്തിൽ സാക്ഷര കേരളം, സുന്ദര കേരളം എന്നൊക്കെ അഭിമാനിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇന്ന് തലകുനിക്കേണ്ട ഗതികേടായ അതേ കാലഘട്ടത്തിലേക്ക് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പേപ്പറുകളിൽ നാം വായിക്കുന്നത് എന്താണ്? കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിക്കുന്ന 3.5 വയസ്സ് മുതൽ, നമുക്കറിയാം 6 മാസം മുതൽ പ്രായമുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും നമ്മുടെ കേരളത്തിൽ സ്വാതന്ത്ര്യമില്ലാത്ത
അല്ലെങ്കിൽ ഭയമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യന്റെ സ്വഭാവം മാറിയിരിക്കുന്നു. മൃഗത്തെക്കാൾ ഹീനകരമായ സ്വഭാവത്തിലൂടെ മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കള്ളത്തരങ്ങളും പിടിച്ചുപറികളും അഴിമതികളും കൊലപാതകങ്ങളും ഭീകര സ്വഭാവത്തിലേക്ക് മനുഷ്യൻ അത് ധാർമ്മികമായി അധപതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മനുഷ്യന്റെ സ്വഭാവങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ 2018 മുതൽ മാറി മാറി നമ്മുടെ കേരളത്തിൽ അലതല്ലിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ നമുക്കറിയാം. സൗത്ത് കേരളത്തിൽ ജലപ്രളയം സംഭവിച്ചത് 2018 മുതലാണ്. 2019 നോർത്ത് കേരളത്തിൽ നമ്മുടെ വയനാട്ടിലും നമ്മുടെ മലപ്പുറം ജില്ലയിലും ചില ഗ്രാമങ്ങൾ തന്നെ ജലപ്രളയത്താൽ നശിക്കപ്പെട്ടത് നമുക്കറിയാം. ഇല്ലാതെ പോയത് നമ്മളാരും മറന്നിട്ടില്ല. 2020 ഇടുക്കിയിലെ രാജമലയിൽ ഒരു ഗ്രാമം അത് നശിച്ചുപോയത്, ഇല്ലാതെയായത് നാം മറന്നുപോയിട്ടില്ല. ഇങ്ങനെ ഓരോ വർഷവും പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ മാറി മാറി വരുന്ന പ്രതികൂലങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് 2020-21 എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്കാർക്കും അറിയത്തില്ല. അപ്പോൾ 2018 മുതൽ കാലാവസ്ഥകൾ മാറി മാറി അത് മണ്ണിടിച്ചിലുകളും ജലപ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും അങ്ങനെ സമുദ്രക്ഷോഭങ്ങളും നിരവധി പ്രശ്നങ്ങളുടെ നടുവിലാണ് 2019 ചൈനയിലെ വുഹാനിൽ നിന്നും അത് ലോകത്തിലെ ഒരു തുലാസിലും തൂക്കിയൊടുക്കുവാൻ കഴിയാത്തതായ അല്ലെങ്കിൽ ഒരു സോപ്പുകളെക്കൂടി അഴിഞ്ഞു പോകുന്ന ഈ COVID-19 എന്ന ഈ വൈറസ് ഇന്ന് താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ നടുവിൽ നമുക്കറിയാം, ഇന്ന് മനുഷ്യന്റെ സ്വഭാവങ്ങൾ ഓരോ ദിവസവും ക്രൂര സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് ചിന്തിക്കാത്ത, ചോദിക്കാത്ത ഒരു ദിവസവും മലയാളികളായ നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ല. ഈ കൈതപ്പൊയിൽ എന്നെ കേൾക്കുന്ന നമ്മളിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവമേ, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുവാനിടയായിത്തീരുന്നു? എന്നെ കേൾക്കുന്ന ആരെങ്കിലും ചോദ്യം ചോദിക്കാത്ത ദിവസങ്ങളുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതിന്റെ ഉത്തരം ആർക്ക് തരുവാൻ കഴിയും? നമുക്കറിയാം, ഇവിടെ ടെക്നോളജികൾ ഇല്ലാഞ്ഞിട്ടല്ല, വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല, സാമ്പത്തികമില്ലാഞ്ഞിട്ടല്ല. നമുക്കറിയാം, അറിവുകളോ കണ്ടുപിടുത്തങ്ങളോ ഒന്നും നമ്മുടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തിലും കുറവുണ്ടായിട്ടല്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ ഭാരതത്തിൽ നല്ല ഒരു ഫെഡറൽ ഭരണ സമ്പ്രദായമുണ്ട്. ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഭാരതം. പ്രധാനമന്ത്രി മുതൽ വാർഡ് മെമ്പർമാർ വരെയുള്ള ഭരണ സംവിധാനങ്ങളുണ്ട്. നമ്മുടെ രാഷ്ട്രപതി മുതൽ വില്ലേജ് സെക്രട്ടറി വരെയുള്ള ഭരണ സംവിധാനമുണ്ട്. സുപ്രീം കോടതി മുതൽ മജിസ്ട്രേറ്റ് കോടതി വരെയുള്ള കോടതികളുണ്ട്. ഓരോ സേനാ വിഭാഗങ്ങളുണ്ട്. കരസേനയും നാവികസേനയും വ്യോമസേന വിഭാഗങ്ങളുണ്ട്. ഓരോ ഭരണാധികാരികളും അവരവരുടെ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ COVID-19 പടർന്നു പിടിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലെ ആരോഗ്യവകുപ്പ് അവരുടെ കഴിവിനനുസരിച്ച് മനുഷ്യജീവനെ രക്ഷിക്കുവാൻ വേണ്ട സംവിധാനങ്ങൾ, പദ്ധതികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ അധികാരികൾ അവർക്ക് കഴിവിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നും മനുഷ്യന്റെ സ്വഭാവം ക്രൂരകരമായ ക്രൂര സ്വഭാവത്തിന്റെ അടിമത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? എന്തുകൊണ്ട് ഈ സ്വഭാവത്തിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന ഉള്ള ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾക്ക് തരുവാൻ കഴിയും. നമ്മുടെ കേരളത്തിലെ ഒരു ലൈബ്രറിയിലോ പുസ്തകശാലയിലോ പോയിട്ട് മഹാന്മാരെഴുതിയ പുസ്തകങ്ങൾ പരതി നോക്കിയാൽ അത് എന്നതിന് ഉത്തരം കിട്ടത്തില്ല. ഞങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ ബൈബിൾ അതിന് ഉത്തരം പറയുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന് 200 വർഷം മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായ യേശയ്യാവ് പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഭൂമിക്ക് മനുഷ്യന്റെ അകൃത്യ ഭാരങ്ങളെ താങ്ങുവാൻ കഴിയാത്തതുകൊണ്ട് ഭൂമിയിൽ വസിക്കുന്ന നിവാസികളുടെ അകൃത്യ ഭാരം മൂലം ഭൂമി ശാപത്തിനടിയായി തീരുന്നു. അതുകൊണ്ട് ഭൂമി കിറുങ്ങുന്നു, പൊടുപട പൊട്ടുന്നു, കാവൽ മാറും പോലെ ആടി ഉലയുന്നു, മത്സ്യഭക്തനെ പോലെ ചാഞ്ചാടുകൊണ്ടൊക്കെ വണ്ണമിടയായി തീരുന്നു. അപ്പോൾ ഭൂമിക്ക് വരുന്ന, ആകാശത്തിന് വരുന്ന, പ്രകൃതികൾക്ക് വരുന്ന ഈ പ്രതിഭാസങ്ങൾക്കൊക്കെ കാരണം എന്തെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ അകൃത്യങ്ങളാണ്, മനുഷ്യന്റെ
പാപമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭൂമിയിലെ ഈ പ്രതിഭാസങ്ങൾക്ക് മാറ്റം വരണമെങ്കിൽ, ഭൂമി ശാപത്തിൽ നിന്നും മാറ്റപ്പെടണമെങ്കിൽ അത് മനുഷ്യൻ അതിർത്തികളിൽ നിന്നും വിമോചിക്കപ്പെടുവാൻ തക്കവണ്ണമിടയായി തീരണം. ഒരുപക്ഷെ ഞാൻ കേൾക്കുന്ന ഈ കോഴിക്കോട് ജില്ലയിൽ കൈതപ്പുഴയിലുള്ള വിദ്യാസമ്പന്നരായ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഒരുപക്ഷെ ഞാൻ കൊല ചെയ്യുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, മോഷ്ടിക്കാൻ പോകുന്നില്ല, പിടിച്ചുപറിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാനൊരു പാപിയാണോ, ഞാൻ എന്ത് പാപം ചെയ്യുന്നു, ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്യുന്നില്ല, ഞാൻ പിന്നെ എന്ത് തെറ്റാ ചെയ്യുന്നത് എന്നൊക്കെ ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന പലർക്കും തോന്നുന്നുണ്ടായിരിക്കാം. എന്നാൽ പ്രിയരെ, പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? പാപം എന്ന് പറഞ്ഞാൽ പിടിച്ചുപറിയും മോഷണവും വ്യഭിചാരവും കൊലപാതകവും വഞ്ചനയും ഇതൊക്കെ പാപത്തിന്റെ പട്ടികകളിൽ പെടുന്നതാണ്, പാപത്തിന്റെ പര്യായ പദങ്ങളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പാപം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥമായ അർത്ഥം. എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവം എന്ത് ഉദ്ദേശത്തിനു വേണ്ടി ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചുവോ ആ സർവശക്തനായ സൃഷ്ടിതാവായ ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്നുള്ള വ്യതിചലിച്ചുള്ള മനുഷ്യന്റെ ജീവിതമാണ് പാപം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ദൈവം എന്തിന് മനുഷ്യനെ സൃഷ്ടിച്ചു? ദൈവം തന്റെ സദൃശത്തിലും സ്വരൂപത്തിലും മനുഷ്യരായ നമ്മെ ആണും പെണ്ണുമായി സൃഷ്ടിക്കുവാൻ തീർന്നു. മനുഷ്യനാണ് ജാതിയും മതവും ഒക്കെ ഉണ്ടാക്കുവാൻ തക്കവണ്ണം വേണ്ടിയായി തീരുന്നത്. അങ്ങനെയെങ്കിൽ നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ച് ദൈവശ്വാസം ആ മൂക്കിലൂന്നി എന്നേക്കും ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിനു വേണ്ടി ആ സർവശക്തനായ ദൈവത്തിൽ നിന്നും അകന്നുള്ള മനുഷ്യന്റെ ജീവിതമാണ് പാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ ആത്മീയ ഗ്രന്ഥങ്ങളും ഒരുപോലെ പഠിപ്പിക്കുന്നു, പാപമില്ലാതില്ലൊരു നരനും ഭൂതലെ കോപശീലം ശിശുവിനും ഉണ്ടല്ലോ, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അന്തർഭാഗത്തിലെ സത്യമല്ലോ ദൈവമേ നീ ഇച്ഛിക്കുന്നത് എന്ന് വിശുദ്ധ ബൈബിളും ഖുർആനും വേദങ്ങളും ഒരുപോലെ പഠിപ്പിക്കുമ്പോൾ മനുഷ്യരിൽ ജന്മഭാവമുണ്ട്, കർമ്മഭാവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പാപത്തിന്റെ അകൃത്യങ്ങളുടെ വിമോചനങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ കണ്ടുപിടിക്കുന്ന, മനുഷ്യൻ പരിശ്രമിക്കുന്ന, മനുഷ്യൻ കണ്ടെത്തുന്ന യാതൊരു കണ്ടുപിടുത്തത്തിനും അത് ഇന്ന് കഴിയാതെ പോകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നും മനുഷ്യൻ പാപത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൊലപാതകത്തിന്റെ വാർത്തകൾ നമ്മുടെ ന്യൂസ് പേപ്പറുകളിൽ കടന്നു വരുന്നത്, സ്ത്രീപീഡനങ്ങളുടെ വാർത്തകൾ നമ്മുടെ ന്യൂസ് പേപ്പറുകളിൽ കടന്നു വരുന്നത്, വാർത്തകളിൽ കടന്നു വരുന്നതിന്റെ കാരണം ഇന്ന് മനുഷ്യൻ കണ്ടുപിടിച്ച ശാസ്ത്ര ലോകത്തിന് മനുഷ്യന്റെ പാപത്തിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ്. 12 വർഷമോ 7 വർഷമോ 3 വർഷമോ ഒക്കെ ഒരു കുറ്റവാളി ജയിലറയിൽ ശിക്ഷിക്കപ്പെട്ട് കിടന്നാൽ ആ കുറ്റകൃത്യത്തിന്റെ ശിക്ഷാവിധിയുടെ കാലഘട്ടം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ കുറ്റവാളി അതേ സമാന്തരമായ കുറ്റം പിന്നെയും ചെയ്യുന്നു. ജയിലറയുടെ ഇരുട്ടറയ്ക്കുള്ളിൽ അടച്ചിട്ടതുകൊണ്ട്, പോലീസിന്റെ മൂന്നാമത് കൊണ്ട് ചോദ്യം ചെയ്തതുകൊണ്ട് അവരുടെ സ്വഭാവത്തിൽ നിന്നും മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ അതിൽ ഒത്തിരി തെളിവുകൾ ഞങ്ങൾക്ക് സാക്ഷ്യങ്ങൾ പറയുവാനുണ്ട്. എന്നാൽ ആ മനുഷ്യന്റെ സ്വഭാവത്തിന് ഇരുട്ടറയ്ക്കുള്ളിൽ അടച്ചതുകൊണ്ടോ പോലീസിന്റെ മൂന്നാമതുകൾ കൊണ്ട് ചോദ്യം ചെയ്താലോ ആ മനുഷ്യന്റെ അകൃത്യങ്ങളിൽ നിന്നോ പാപ സ്വഭാവത്തിൽ നിന്നോ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്നില്ല. അതിന്റെ തെളിവാണ് ഇന്നും പിടിച്ചുപറികളും മോഷണങ്ങളും നമ്മുടെ നാട്ടിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സംഭവമാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ പറഞ്ഞത്, എന്നാൽ ആ മനുഷ്യന്റെ അകൃത്യത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവമൊരുക്കിയ രക്ഷയുടെ വഴിയാണ് കർത്താവായ യേശുക്രിസ്തു. ഇന്നേക്ക് 2020 വർഷത്തിന് മുമ്പ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് 33.5 വയസ്സുവരെയും ജീവിച്ച് 2 കള്ളന്മാരുടെ മധ്യത്തിൽ കാലിനും വാളുകളാൽ കൈകളും കാലുകളും തറയ്ക്കപ്പെട്ട് പുറം ഉരുവച്ചാൽ പോലെ കീറി ചമ്മട്ടിയാൽ അടിയേറ്റ് കുന്തത്താൽ കുത്തേറ്റ് തലയിൽ മുൾക്കിടം നിറച്ച് അവയിൽ തന്റെ പ്രാണനെ അർപ്പണം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗം, പരമയാഗം, ഏകയാഗം, അത് ഭൂമിയിലെ സകല മനുഷ്യന്റെയും ജന്മഭാവത്തിൽ നിന്നും കർമ്മഭാവത്തിൽ നിന്നും സകല അകൃത്യങ്ങളിൽ നിന്നും വിമോചിക്കുവാൻ വേണ്ടിയായിരുന്നു യേശുക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നത്. ആ യേശുക്രിസ്തു തിരുവചനം പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി
നമ്മെ ശുദ്ധീകരിക്കുവാനിടയായി തീരുന്നു. നമുക്കറിയാം, ലോക ചരിത്രത്തിൽ പാപമില്ലാതെ ജനിക്കപ്പെട്ട ഏക വ്യക്തി കർത്താവായ യേശുക്രിസ്തുവാണ്. പാപമില്ലാതെ ഭൂമിയിൽ ജീവിച്ച് സമൂഹത്തിൽ നല്ലൊരു ഗുരുവായി തീർന്നത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടാക്കി തിരിച്ചുകൊണ്ട് കാലഘട്ടത്തിൽ അത് കാല യവനികൾക്കുള്ളിൽ ഇന്നും ജയാളിയായി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അങ്ങനെയെങ്കിൽ പാപമില്ലാതെ ക്രൂശിക്കപ്പെട്ട ഏക വ്യക്തി കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ രക്തം, പാപമില്ലാത്ത രക്തം, നിർമ്മലമായ രക്തം, നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും സകല അകൃത്യങ്ങളെയും സകല പാപങ്ങളിൽ നിന്നും യേശുവിന്റെ രക്തത്താൽ നമുക്ക് പരിഹാരം ഉണ്ടാകേണ്ടതിന് വേണ്ടി ദൈവമായിരുന്നവൻ ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് നമുക്ക് വേണ്ടി ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. ആ യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി തീരും. അങ്ങനെയെങ്കിലും കൈതപ്പയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ലോക സംഭവങ്ങളൊക്കെ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് തരുന്നത് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ COVID-19 എന്ന മഹാമാരിയും ജലപ്രളയവും ഉരുൾപൊട്ടലും ഈ കാണുന്ന പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെല്ലാം തരുന്നതിന് മുന്നറിയിപ്പുണ്ട്. എന്തെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുവാൻ സമയമായി. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ, അങ്ങനെയെങ്കിൽ കാലം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ, യേശു പറഞ്ഞതുപോലെ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഒന്നേ ഉള്ളൂ. മനുഷ്യന്റെ പാപത്തിൽ നിന്നും മനുഷ്യൻ വിമോചിക്കപ്പെടണം. മനുഷ്യന്റെ അകൃത്യത്തിൽ നിന്നും മനുഷ്യൻ തിരിയണം. അതുകൊണ്ട് യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, വക്രതയുള്ള തലമുറയിൽ നിന്നും പുറപ്പെട്ടു വരുവീൻ, വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ, അവരുടെ ഇടയിൽ നിന്നും വിട്ടുപോരുവീൻ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ട് എന്ന് കാണുവാൻ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് പറഞ്ഞ് എന്റെ വാക്കുകളെ ഞാനിവിടെ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു മുൻകരുതൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തു. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കാലസംഭവങ്ങൾ വിളിച്ചു പറയുന്നു. അതുകൊണ്ട് നാം തിരിച്ചറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമുണ്ട്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രമത്രേ. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആയുസ് ചുരുക്കമാണ്. 70 ഏറിയാൽ 80 വർഷം വരെയാണ് മനുഷ്യന്റെ ആയുസ്. പണ്ഡിതനോ പാമരനോ ദരിദ്രനോ ധനവാനോ കൊട്ടാരമോ കുടിലോ കറുത്തവനോ വെളുത്തവനോ സ്ത്രീയോ പുരുഷനോ ഭാഷാ വ്യത്യാസമൊന്നുമില്ല. മരണം നിശ്ചയമാ, സമയം നിശ്ചയമല്ല. എന്നാൽ മരണത്തിനപ്പുറത്ത് ഒരു നിത്യതയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. കർത്താവിന്റെ ഗംഭീരനാമത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ശേഷിക്കുന്ന നാം ആകാശമേഘങ്ങളിൽ അവിടെ എതിരേൽപ്പാൻ എടുക്കപ്പെടുവാനിടയായി തീരും. അപ്പോൾ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു, ഒരിക്കലും മരണമുണ്ട്, മരണത്തിനപ്പുറത്ത് ഒരു ന്യായവിധിയുണ്ട്. വരുവാനുള്ള ഒരു ന്യായവിധിയിൽ നിന്നും ഒരു ശിക്ഷാവിധിയിൽ നിന്നും നമുക്ക് മോചനം പ്രാപിക്കുവാൻ ഏക വഴി, ഒരേ ഒരു വഴി, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുക. ആ ന്യായവിധിയിൽ നിന്നും നമ്മെ രക്ഷിക്കേണ്ടതിന് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ രക്ഷയുടെ മാർഗമാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് യേശുക്രിസ്തു ഭൂമിയിൽ പഠിപ്പിച്ചത് കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അന്യന്റെ ഭാര്യയെ അപഹരിക്കരുത്, അന്യന്റെ വസ്തുക്കൾ നിങ്ങൾ അപഹരിക്കരുത്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അതുകൊണ്ട് പ്രിയരെ, നമുക്ക് കിട്ടുന്ന ശേഷിക്കുന്ന ആയസ് ദൈവത്തെ സ്നേഹിച്ച്, സമൂഹത്തെ സ്നേഹിച്ച്, മറ്റുള്ളവരെ സ്നേഹിച്ച് നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി ജീവിക്കുവാൻ അത് തയ്യാറാകാം. ആകയാൽ എപ്പോൾ മനുഷ്യന്റെ മരണമെന്ന് അറിയത്തില്ല, ഇന്നോ നാളെയോ എപ്പോൾ സംഭവിക്കുമെന്ന് അറിയത്തില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നാം എപ്പോൾ മരിച്ചാലും മരണത്തിനപ്പുറത്ത് ഒരു നിത്യതയുണ്ട്. ഒന്നല്ലെങ്കിൽ നിത്യമായ സ്വർഗത്തിൽ, അല്ലെങ്കിൽ നിത്യമായ നരകത്തിൽ. അനിത്യമായ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ആ നിൽക്കുന്ന നിൽപ്പിൽ ഒന്ന് ശോധന ചെയ്യണം. ഇന്ന് നാം മരിച്ചാൽ നമ്മുടെ ആത്മാവ് എവിടെയായിരിക്കും? നമ്മുടെ നിത്യത എവിടെയായിരിക്കും? നിത്യമായ നരകത്തിലോ നിത്യമായ സ്വർഗത്തിലോ? ആ സ്വർഗത്തിലേക്ക് പോകുവാൻ ദൈവം ഒരുക്കിയ കർത്താവ് പറഞ്ഞ്, ഞാൻ പോയതുപോലെ മടങ്ങി വരും. അങ്ങനെയെങ്കിൽ
ആ സ്വർഗരാജ്യം പ്രാപിക്കാൻ എന്താണ് ക്വാളിഫിക്കേഷൻ, എന്താണ് യോഗ്യത? നോക്കൂ, മതം മാറിയതുകൊണ്ടോ പേര് മാറിയതുകൊണ്ടോ അല്ല, നമ്മുടെ ജീവിതത്തിൽ നാട് വിട്ടതുകൊണ്ടോ ആ നിത്യമായ സ്വർഗത്തിൽ നമുക്ക് എത്താൻ കഴിയുമോ? ഒരിക്കലും എത്താൻ കഴിയത്തില്ല. പക്ഷെ ആ നിത്യമായ രാജ്യത്തിൽ എത്തണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരേ ഒരു യോഗ്യത, നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു പുരുഷൻ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത് ഇങ്ങനെ, ഒരുവൻ വെള്ളത്തിനാലും ആത്മാവിനാലും വീണ്ടും ജനിക്കപ്പെട്ടില്ല എങ്കിൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയത്തില്ല. അപ്പോൾ ഒരേ ഒരു യോഗ്യത മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏത് സ്വഭാവത്തിലുള്ളവരാണ്, ഏത് വിശ്വാസത്തിലുള്ളവരാണ്, ഏത് മതത്തിലുള്ളവരാണെന്ന് ദൈവം നോക്കുന്നില്ല. നിങ്ങൾ പണമുള്ളവരാണോ സൗന്ദര്യമുള്ളവരാണോ എന്ന് ദൈവം നോക്കുന്നില്ല. മനുഷ്യൻ മുഖം നോക്കുന്നു, ദൈവം മനുഷ്യന്റെ ഹൃദയങ്ങളെ ആരാധനയുള്ള ദൈവമാണ്. അതുകൊണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, നാം നശിച്ചു പോകാതിരിക്കുവാൻ, നാം നിത്യത പ്രാപിക്കുവാൻ ദൈവം നമ്മളെ സ്നേഹിച്ച കാൽവരിയിൽ നമുക്ക് വേണ്ടി യേശുക്രിസ്തു യാഗമായി തീർന്നു. അത് നാം വിശ്വസിച്ചിട്ട്, യേശുവേ ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് പരിഹാരമായാണ് അങ്ങ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത്, എന്റെ പാപം ഞാൻ അറിയുന്നു, എന്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ, എന്റെ ഹൃദയത്തിൽ അങ്ങ് രക്ഷിതാവും കർത്താവും ദൈവമായി വരണമേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ സ്നേഹിക്കുവാനിടയായി തീരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. ആകയാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്നും വിരമിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ സമയം വരെയും എന്റെ ശബ്ദം ശ്രദ്ധിച്ച കൈതപ്പൊയിലെ ആധുനികരായ എല്ലാ ദേശനിവാസികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയം അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന ലേഖനങ്ങളുണ്ട്, പുസ്തകങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ കടന്നു വന്നാൽ ഞങ്ങളുടെ വാഹനത്തെ സമീപിച്ചാൽ ഞങ്ങൾക്ക് തരാൻ കഴിയും. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ കോവിഡ് അതിശക്തമായി പടർന്നുകൊണ്ടിരിക്കുമ്പോൾ മാസ്ക് നിർബന്ധമായും നമ്മൾ ധരിച്ചിരിക്കണം, സാനിറ്റൈസിംഗ് നിർബന്ധമാണ്, സോഷ്യൽ ഡിസ്റ്റൻസ് നിർബന്ധമാണ് എന്ന് മെഡിക്കൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമ്മളെ ബോധവൽക്കരിക്കുമ്പോൾ ഞങ്ങൾ വന്നു തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മാസ്ക് ഇല്ല എങ്കിൽ ഞങ്ങളുടെ വാഹനത്തിൽ മാസ്ക് ഞങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മാസ്ക് ആവശ്യമാണെങ്കിൽ ഞങ്ങളുടെ വാഹനത്തെ സമീപിച്ചാൽ ഞങ്ങൾ സൗജന്യമായിട്ട് മാസ്ക് നിങ്ങൾക്ക് തരുവാൻ തക്കവണ്ണം തരും. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തു. ഈ ദേശത്ത് കടന്നു വരുവാനും അവിടുത്തെ മാറ്റമില്ലാത്ത വചനങ്ങൾ വിളിച്ചറിയിപ്പാനും അടികളിൽ പകരക്കാലമായി സഹായിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വചനം സൃഷ്ടിപ്പാൻ നിവാസിനെ ബലപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേട്ട ഈ ദേശനിവാസികളെ അവിടുന്ന് ഒരുമിച്ച് അനുകരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഈ കോവിഡ് മഹാമാരി മാറിയാൽ ജനം ഭാരപ്പെടുമ്പോൾ അവിടുന്ന് കരുണ ശരീരം പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ വിവിധ വിഷയങ്ങളിൽ നിന്നും ദൈവമക്കളുടെ മോചനം ഒരു വിടുതൽ കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഈ സന്ദേശം കേട്ട എല്ലാവരെയും അവിടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ, നമ്മുടെ ജീവിതത്തിലെ ഭാവത്തെ വിട്ട് ഓടുവാൻ അങ്ങനെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൈതപ്പൊയിൽ ദേശത്തെ അടികൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സുകാരെ, വാഹനം ഓടിക്കുന്നവരെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൂടിയിരിക്കണം, സഹായിക്കണം. തുടർന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. ദൈവ സാന്നിധ്യം കൊണ്ട് അടികൾ നിറയ്ക്കണം, സഹായിക്കണം, താഴ്ത്തുന്നു. മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ശ്രമിച്ച് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.